ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജിതിൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൈഡ്രാഡെനൈറ്റിസ് സപ്പോർട്ടീവ എന്ന് പറഞ്ഞൊരു അസുഖത്തിനെ പറ്റിയാണ്. ഈ അസുഖത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് പ്രശ്നങ്ങളാണ് രോഗി അനുഭവിക്കുക, ആ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതിലെന്താ വെച്ചാൽ നമ്മളെ കക്ഷത്തിൻ്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ രണ്ട് ബട്ടക്സ് മീറ്റ് ചെയ്യുന്ന നമ്മളെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ചെസ്റ്റിൽ ഈ ഭാഗങ്ങളിലൊക്കെ പല രീതിയിലുള്ള കുരുക്കൾ പൊട്ടുകയും അതിന് പഴുപ്പ് വരികയും ബ്ലഡ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു അസുഖമാണ് ഹൈഡ്രാഡെനൈറ്റിസ് സപ്പോർട്ടീവ. ഈ അസുഖം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാം, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണായിട്ട് നമ്മളെ ശരീരത്തിലെ സ്വെറ്റ് ഗ്ലാൻസിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടും ഇത് വരാം. അപ്പോൾ പാരമ്പര്യമായിട്ട് കുറേ അധികം ആൾക്കാർക്ക് ഇത് വരാറുണ്ട്. ഈ അസുഖത്തിന് നമുക്ക് ആയുർവേദത്തിൽ ചികിത്സ ലഭ്യമാണ്. ഇതിന് നമ്മൾ ക്ഷാരസൂത്ര ചികിത്സ എന്ന് ഈ ഒരു അസുഖത്തിൽ ചെയ്യുക. അതിൽ വെച്ചാൽ ഈ പൊട്ടി വരുന്ന ആ പഴുപ്പിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ല, ആ ഓപ്പണിങ്ങിലൂടെ നമ്മൾ ഈ ക്ഷാരസൂത്രം മെഡിക്കേറ്റഡ് ത്രെഡാണ്, 21 ദിവസം മരുന്ന് തേച്ചുണ്ടാക്കുന്ന ഒരു ത്രെഡാണിത് ക്ഷാരസൂത്രം എന്ന് പറയുന്നത്. ഈ ക്ഷാരസൂത്രം അവിടെയൊക്കെ അപ്ലൈ ചെയ്യും. അങ്ങനെ ആ ട്രാക്കെല്ലാം കട്ടൗട്ടായി ഹീലാവും. അതോടെ ഈ അസുഖം മാറും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിലേക്ക് മരുന്നുകളും കൊടുക്കാറുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള പ്രത്യേക നെയ്യുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാം. അതിന് പ്ലാസ്റ്റിക് സർജറിയോ അല്ലെങ്കിൽ മറ്റ് സർജറികളിലേക്ക് പോവേണ്ട ഒരു കാര്യവുമില്ല. സർജറി ചെയ്താലും വീണ്ടും ഇത് തിരിച്ചു വരാറുണ്ട്. അത് കാരണം എല്ലാവരും ക്ഷാരസൂത്ര ചികിത്സയിലൂടെ ഹൈഡ്രാഡെനൈറ്റിസ് സപ്പോർട്ടീവ എന്ന കണ്ടീഷനെ മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.